ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് നമ്മുടെ ഇൻകമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും സാലറി കട്ട് ചെയ്യുന്നു, ബിസിനസ് ഒക്കെ ഡള്ളാണ് ആൻഡ് പല ആളുകളുടെ ജോലി വരെ നഷ്ടപ്പെട്ടു. ഈ ഒരു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇതിനെല്ലാം ഒരു സൊല്യൂഷനുമായിട്ടാണ്. സോ നെക്സ്റ്റ് 3 minutes എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാം എന്നുള്ള 5 secret ways നമുക്ക് ഇവിടെ കാണാം. Students, housewives and anyone with free time, this video is a gold mine for you. Before we start, ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് ഇൻ ദിസ് സിനാരിയോ എല്ലാവർക്കും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. സോ ഇഫ് യു ഷെയർ ദിസ് മൈറ്റ് ഹെൽപ്പ് വൺ ഓഫ് യുവർ ഫ്രണ്ട്. നമ്പർ 1, ഫ്രീലാൻസിംഗ്. യുഎസിലെ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ more than 30% of their earning people are doing freelancing. ആൻഡ് ഗ്ലോബലി ഉള്ള കണക്ക് നോക്കിയാലും ഏകദേശം 30+ ബില്യൺസ് വർത്ത് ഉള്ള ഒരു മാർക്കറ്റാണ് ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഉള്ള കാരണം തന്നെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതിപ്പോ ഫ്രീലാൻസിംഗ് ചെയ്യാവുന്നതാണ്. വാട്ട് മാറ്റേഴ്സ് ഇസ് യുവർ ടാലന്റ്. ഫോട്ടോഷോപ്പ്, കണ്ടന്റ് റൈറ്റിംഗ്, വോയിസ് ഓവർ, മാർക്കറ്റിംഗ്, വേർഡ്പ്രസ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് ഡിസൈനിങ്, there are so many options out there. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു സ്കിൽ ഈസി ആയി പഠിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഫ്രീലാൻസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ടിപ്പ്, നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൈസ് ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ലോ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടും. ആഫ്റ്റർ കുറെ ക്ലയൻസ് ആയതിനു ശേഷം നമുക്ക് എക്സ്പെർട്ടീസ് ആയാലും നമുക്ക് റേറ്റ് കൂട്ടിക്കൊണ്ടുവരാം. ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 2, ട്രാൻസ്ക്രൈബിംഗ്. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഡോളറിൽ സമ്പാദിക്കാം. ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. $1 is almost equal to 75 rupees. ട്രാൻസ്ക്രൈബിംഗിന്റെ ആവറേജ് പേ എന്ന് പറയുന്നത് 1 hour $20 ആണ്. സോ നിങ്ങൾ ഒരു ദിവസം വെറും 3 മണിക്കൂർ മാത്രം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 monthൽ ഏകദേശം 1.35 lakhs വരെ ഇതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും. ഇറ്റ്സ് നോട്ട് സോ ഡിഫിക്കൽട്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒരു ഓഡിയോ കേട്ട് അതിൽ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഇൻ വെരി ഹൈ ഡിമാൻഡ് നൗ ഡേയ്സ്. നിങ്ങൾ ലീഗൽ ഓർ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. കാരണം ഇപ്പോൾ ഈ ഫീൽഡിലുള്ളവർക്ക് ഇതിന് വളരെയധികം റേറ്റ് കൂടുതലാണ്. സോ ചെക്ക് ഔട്ട് ദീസ് വെബ്സൈറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ട്രാൻസ്ക്രൈബിംഗ്. നമ്പർ 3, ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു സമയത്ത് നമ്മുടെ കുറച്ച് സേവിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ്. കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു, ബട്ട് ഇപ്പോഴും നമ്മൾ ഒട്ടും ലേറ്റ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫ്രീ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേർക്കും ഇതിന്റെ ബേസിക്സ് അറിയാത്തത് കൊണ്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ there is a platform called Upstock. അപ്സ്റ്റോക്കിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തെ ഫ്രീ കോഴ്സ് അവൈലബിൾ ആണ്. ആ ഫ്രീ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപ്സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 4, ഓൺലൈൻ ടീച്ചിങ്. ഇപ്പൊ എല്ലാവരും ഇന്റർനെറ്റിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന സ്കിൽസ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തും നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ്. കുറെ പേര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അത് കൂടാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഒരു പെയ്ഡ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പ്ലീസ് ചെക്ക് ഔട്ട് ദീസ് വെബ്സൈറ്റ്സ്. യോഗ, കരാട്ടെ, അബാക്കസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ടൂൾ, നിങ്ങൾക്കറിയാവുന്ന സ്കിൽ എന്തുമാവട്ടെ, എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഒരു കോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനെല്ലാം ഓൾറെഡി ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണല്ലോ, സോ ഹൗ ഇസ് ഇറ്റ് ഗോൺ വർക്ക് ഔട്ട് ഫോർ യു? സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ജസ്റ്റ് ഗോ ടു യുഡെമി, എന്നിട്ട് മലയാളത്തിൽ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. യു ക്യാൻ സീ ദാറ്റ് 1-2 കോഴ്സസ് മാത്രമേ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. So the best way to attract students to your course is to do a course in regional language. Number 5, virtual assistants. Virtual assistants can be anything. നമ്മൾ റിമോട്ടായി ഒരു കമ്പനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ജോബ് ചെയ്തു കൊടുക്കുക. ഇതിനെയാണ് വെർച്വൽ അസിസ്റ്റൻസ് എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കമ്പനിക്ക് വേണ്ടി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി, ടെലികോളിംഗ് അല്ലെങ്കിൽ ഇമെയിൽ മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്കൊരു സ്കില്ലില്ലെങ്കിൽ പോലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വെർച്വൽ അസിസ്റ്റന്റ് ജോബുകളാണ്. സോ നമുക്ക് ഒരു വെർച്വൽ അസിസ്റ്റന്റ് ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് ഏത് ഫീൽഡിലാണോ താല്പര്യം ആ ഫീൽഡിലുള്ള കമ്പനി സെലക്ട് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് മീഡിയാസ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഇമെയിൽസ് വഴി അല്ലെങ്കിൽ ഈവൻ ഡയറക്റ്റ് കോൾ ചെയ്ത് പോലും അവരെ കോൺടാക്ട് ചെയ്ത് എങ്ങനെ നമ്മൾക്ക് അവരുടെ ഒരു കമ്പനിക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഞങ്ങൾ ഈ പറഞ്ഞതൊന്നും ഒരു ഗെറ്റ് റിച്ച് സ്കീം അല്ല. നോബഡി ക്യാൻ ബിക്കം എ മില്യണയർ ഓവർനൈറ്റ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം. ഈ പറഞ്ഞ 5 ടിപ്പിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. ഇഫ് യു ഓൾറെഡി ഹാവ് എ സ്കിൽ, അപ്ഗ്രേഡ് ഇറ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ ട്രൈ ടു ബിൽഡ് എ ന്യൂ വൺ. ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ ഫോൺ ഇസ് ദ ബിഗ്ഗസ്റ്റ് ടൂൾസ് വി ഹാവ് നൗ ഡേയ്സ്. നമ്മൾ എല്ലാവരും ഒരു ടഫ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ഓൺലി ഡിഫറൻസസ്, ചിലർ അതിന് ആ സമയം നമ്മളെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കും, ചിലർ ഡൗൺഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. സോ ബി വൈസ്, യൂസ് യുവർ ടൈം, യൂസ് യുവർ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ, അപ്ഗ്രേഡ് യുവർ സെൽഫ് ആൻഡ് മേക്ക് മണി.